ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സൗബിൻ ബേസൽ ജോസഫ് കോംബോയിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പ്രാവൻകൂട് ഷാപ്പ്. ഈ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് മികച്ചൊരു വർഷമാണ് സിനിമകളുടെ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ സംശയം വേണ്ട. ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തി ഒരൊറ്റ മലയാളം സിനിമ പോലും ഈ വർഷം ആവറേജിൽ നിന്നും താഴേക്കൊന്നും തന്നെ പോയിട്ടില്ല. ഇപ്പോഴത്തെ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങൾ നേരിടുത്ത പ്രാവൻകൂട് ഷാപ്പിന്റെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന പ്രീസെയിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 54 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ടൊവിനോയുടെ ഐഡന്റിറ്റി, ഒപ്പം തന്നെ ആസിഫിന്റെ രേഖാചിത്രം എന്നീ സിനിമകളെക്കാൾ കൂടുതലാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയുടെ കേരള പ്രീസെയിൽ. രേഖാചിത്രമാണെങ്കിലും ഐഡന്റിറ്റി ആണെങ്കിലും 50 ലക്ഷം രൂപ പോലും കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കാത്ത സിനിമകളാണ്. 48 ലക്ഷത്തോളം രൂപയായിരുന്നു രണ്ട് സിനിമകളുടെയും കേരള ആദ്യ ദിവസത്തെ പ്രീസെയിൽ. ഇപ്പോഴത്തെ ആസിഫിന്റെയും ടൊവിനോയുടെയും സിനിമകളെക്കാൾ കൂടുതലാണ്, മുകളിലാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന സൗബിൻ ബേസൽ സിനിമയുടെ പ്രീസെയിൽ എന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ പ്രീ റിലീസ് ഹൈപ്പ് എത്രത്തോളമാണ് എന്ന് വ്യക്തമാണ്. ഇനി കാത്തിരിക്കൂ ഷാപ്പിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള വാർത്തകൾക്ക്. വിടാമുയർച്ചി അജിത് നായകനെത്തുന്ന അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണല്ലോ. മകിഴ് തിരുമേനയുടെ സംവിധാനത്തിൽ അജിത്, തൃഷ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഇന്നേ ദിവസം റിലീസ് ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് 6:40 സിനിമയുടെ ട്രെയിലർ സൺ ടിവിയുടെ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. അപ്പോൾ ഇന്നേ ദിവസം സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനവും ആ ട്രെയിലറിനോടൊപ്പം ഉണ്ടാകും. ഫെബ്രുവരി ആദ്യ ആഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. കാത്തിരിക്കാം വിടാമുയർച്ചി ട്രെയിലർ കാണുവാനായിട്ട്.